ഇടുക്കി പൂപ്പാറ പന്നിയാർ പുഴയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ പ്രദേശവാസികൾ കയ്യേറ്റക്കാരല്ല കുടിയേറ്റക്കാരാണെന്നും പ്രദേശവാസികളുടെ ഭാഗം കേൾക്കാതെയാണ് ഉത്തരവെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ 56 കെട്ടിടങ്ങൾ 6 ആഴ്ചയ്ക്കകം ഒഴിപ്പിക്കണമെന്നാണ് കോടതി ഉത്തരവ്. സന്ദീപ് രാജക്കാടുണ്ട് ഇടുക്കിയിൽ നിന്ന്. സന്ദീപ്, എന്താണ് ഇവർ പ്രധാനമായും പറയുന്നത്? ബിനിൽ, പ്രധാനമായും ഇവർ പറയുന്നത് ഈ കാലങ്ങളായിട്ട് കുടിയേറ്റ കാലം മുതൽ കാലങ്ങളായി താമസിച്ചു വരുന്ന ആളുകളാണുള്ളത്. അവിടെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 56 പേർക്കാണ് ഒഴിപ്പിക്കൽ നടപടികളുമായി മുമ്പോട്ട് പോകണം, ഇല്ലെങ്കിൽ അതിന് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ 17-ാം തീയതി ഇറങ്ങിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് പുഴ പുറമ്പോക്ക് കയ്യേറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകി ഹൈക്കോടതി ഉത്തരവായിട്ടുള്ളത്. 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ നടപടികൾ പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ വ്യക്തമാക്കുന്നത് ഇവിടെ കാലങ്ങളായി താമസിച്ചു വരുന്ന ആളുകൾ, ഒപ്പം തന്നെ ഏതാണ്ട് 3-4 ആരാധനാ ആലയങ്ങൾ അടക്കമുള്ള കെട്ടിടങ്ങളടക്കം ഒഴിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല. തങ്ങൾ കുടിയേറ്റ കർഷകരാണ്, തങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും അവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്? നിങ്ങൾ പുഴയുടെ പുറമ്പോക്ക് കയ്യേറിയിട്ടുണ്ട്, അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നതടക്കമാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ഒരു വിശദീകരണം? റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും തെറ്റായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. ഏതാണ്ട് പൂപ്പാറയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 60-65 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഈ ഭാഗത്തുള്ള കടകൾ തന്നെ ഇവിടെ സ്ഥിതി ചെയ്യുന്നതാണ്. ഈ സമീപമായിട്ട് നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് പണി തുടങ്ങിയപ്പോൾ ചെറിയ ഒരു പുനർനിർമ്മാണം അല്ലാതെ ഇവിടെ ഒരു പുതിയ കയ്യേറ്റം ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പുനരധിവാസ സംവിധാനം ഇല്ലാതെ ഇങ്ങനെ ഒരു ഉത്തരവ് നടപ്പിലാക്കിയതിൽ ഞങ്ങൾ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വക്കില്ല. കാരണം ഈ പൂപ്പാറയിൽ മാത്രമല്ല ഇങ്ങനെ ഒരു പുഴയോരത്ത് കുറച്ച് കെട്ടിടങ്ങളുള്ളത്. ഇന്ന് മുണ്ടക്കയം, മൂന്നാർ, ചെറുതോണി, വണ്ടിപ്പെരിയാർ ഇങ്ങനെയുള്ള കേരളത്തിലൊട്ടാകെ പാല, തൊടുപുഴ, മൂവാറ്റുപുഴ പുഴയോരത്ത് നിരവധി കെട്ടിടങ്ങളുണ്ട്. ഇതെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഉപജീവനം മാർക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് വന്നത്. അവരെ എല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവ് തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിൽ മൊത്തം ദോഷകരമായി ബാധിക്കുമെന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഈ കേസുമായിട്ട് മുന്നോട്ട് ഞങ്ങൾ അപ്പീലിന് പോയിട്ട് ഇവിടെ സമര സംവിധാനം ഒരുക്കുകയും ഈ സമരം ഇടുക്കി ജില്ല മാത്രമല്ല കേരളം ഒട്ടാകെ ഈ സമരത്തെക്കുറിച്ച് പറയുവാൻ, ഈ സമരം വ്യാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുനർസംവിധാനം ചെയ്തിട്ട് വേണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പരിശോധിച്ച് ഉത്തരവ്. ഹൈക്കോടതി തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതാണ് വിശ്വസിച്ചിരിക്കുന്നത്, അതല്ലാതെ നേരിട്ട് വന്ന് പരിശോധിക്കുകയോ ഇല്ലെങ്കിൽ ഒരു കമ്മീഷനെ വെച്ച് ഇതിൻ്റെ സത്യാവസ്ഥ പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിൽ 3 പള്ളികൾ, ഒരു അമ്പലം, ഇത്തരം കാര്യങ്ങളുണ്ട്. സാധാരണ 56 പേരിൽ 10-30 കച്ചവടക്കാരും ബാക്കിയുള്ളവർ കുടിതാമസക്കാരാണ്. ഞങ്ങൾ ഈ ചെറിയ കടകൾ വെച്ച് ഉപജീവന മാർഗം നടത്തി പോകുന്ന ആളുകളാണ്. ഞങ്ങൾക്കിത് ദോഷകരമായി ബാധിക്കും. ആത്മഹത്യയല്ലാതെ ഇല്ലെങ്കിൽ ഞങ്ങൾ റോട്ടിൽ ഇറക്കി വിട്ടിരിക്കുകയാണ്. റോട്ടിൽ നാളെ ഞങ്ങൾ കുടില് കിട്ടിയുള്ള സമരങ്ങൾക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നുള്ള കാര്യമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ പഞ്ചായത്തിന്റെയും മറ്റും അനുമതി വാങ്ങാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി ആദ്യം എത്തിയതെന്നാണ് പറയുന്നത്. ഇത് ഇപ്പം നമ്മൾക്ക് പട്ടയമില്ലാതെ ഇരിക്കുന്ന സ്ഥലം, ഇത് ഞങ്ങൾ 60 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിൽ ഇത് ഗവൺമെൻറ് പരിശോധിച്ച് ഇതിൽ പട്ടയം ഞങ്ങൾക്ക് അനുവദിച്ച ശേഷമല്ലേ ഞങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസിന് പോകാവുള്ളൂ. ഡീകമ്മീഷൻ, അതായത് 1964 ആനയിറങ്ങൽ ഡാം പണിത് ഡീകമ്മീഷൻ ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ ചെറിയൊരു തോടായിട്ടായിരുന്നു ഇരുന്നത്. അതിനു മുമ്പ് ഇവിടെ സ്ഥാപനങ്ങളുണ്ട്. അത് ശരിക്കും ഇതിൻ്റെ പൂപ്പാറയുടെ ചരിത്രം മനസ്സിലാക്കിയിട്ട് വേണം ഈ ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കേണ്ടത്. പഞ്ചായത്ത് രാജ് ആക്ട് വന്നപ്പോൾ പല നിയമങ്ങൾ മാറി. പക്ഷെ ഞങ്ങൾക്ക് ഉപജീവന മാർഗം നടത്താൻ ഇതല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. എന്തായാലും ബിനിൽ, അത്തരത്തിലാണ് ഇവർ പറയുന്നത്. ഒന്ന്, ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുന്നു. അതോടൊപ്പം തന്നെ നിയമപരമായി കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. മറ്റു മാർഗങ്ങളില്ല. കൈവശം വെച്ചിരിക്കുന്നു, പട്ടയം ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മറ്റു രേഖകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. എങ്കിൽ പോലും നിയമപരമായി കോടതിയെ സമീപിക്കുക, ഒപ്പം തന്നെ തങ്ങൾക്ക് നീതി ലഭിക്കണം. അതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങളുമായി മുമ്പോട്ട് പോകും. ഇത് ഇടുക്കിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമല്ല, മറിച്ച് പുഴയോരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു ഉത്തരവായി മാറും. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങാനാണ് അവരുടെ തീരുമാനം. ഓക്കെ, സന്ദീപ് രാജക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കി പൂപ്പാറയിലാണ്
ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് സന്ദീപ് രാജക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.